ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ജി പേയിലൂടെ പേഴ്സണൽ ലോണിന് എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജി പേയിൽ പേപ്പർ ഡോക്യുമെൻറ്റേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ ജി പേ ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് ജി പേ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഹോം പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 750 അല്ലെങ്കിൽ എബോവ് 750 ആയിരുന്നാൽ നിങ്ങൾക്ക് ഈസിയായി ജി പേയിലൂടെ പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ജി പേയിൽ പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്യാനായി ഈ പേജിൽ കാണുന്ന മാനേജ് യുവർ മണി എന്ന ഓപ്ഷന് താഴെയായി കാണുന്ന പേഴ്സണൽ ലോൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. 10 lakh വരെ നമുക്ക് ജി പേയിലൂടെ പേഴ്സണൽ ലോൺ എടുക്കാൻ സാധിക്കും. ഈ പേജിൽ താഴെയായി കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ എൻ്റർ നെയിം ആസ് പെർ യുവർ പാൻ കാർഡ്. പാൻ കാർഡിലെ നിങ്ങളുടെ നെയിം എന്താണോ അതിവിടെ എൻ്റർ ചെയ്യുക. നെയിം എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അടുത്ത പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ താഴെ കാണുന്ന കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ നിങ്ങളുടെ പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങളുടെ പോസ്റ്റൽ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ പാൻ ഡീറ്റെയിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഈ ബോക്സിൽ നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ ചൂസ് ജെൻഡർ. ഇവിടെ ജെൻഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ചൂസ് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്. സാലറീഡ്, സെൽഫ് എംപ്ലോയിഡ് എന്ന 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. മന്ത്ലി നിങ്ങൾ സാലറി വാങ്ങുന്ന ഒരാളാണെങ്കിൽ സാലറീഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങളൊരു സെൽഫ് എംപ്ലോയി ആണെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ എൻ്റർ മന്ത്ലി ഇൻകം. നിങ്ങളുടെ മന്ത്ലി ഇൻകം ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. മന്ത്ലി ഇൻകം എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഈ കാണുന്ന കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. എത്ര എമൗണ്ട് വരെ നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും, ഇൻട്രസ്റ്റ് റേറ്റ്, ലോൺ പീരീഡ്, മന്ത്ലി EMI, ഈ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ബാങ്കുകളുടെ ലോൺ ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം ഏതാണോ ഓക്കെ എന്ന് തോന്നുന്നത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എമൗണ്ട് എൻ്റർ ചെയ്ത് ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ മെത്തേഡ് യൂസ് ചെയ്താണ് ജി പേയിലൂടെ നമ്മൾ പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.